അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടൊന്നും അല്ല കേട്ടോ, നമ്മളിപ്പോൾ ഉള്ളത് സൗദി തന്നെയാണ്. പാരഗൺ കോഴിക്കോടുകാർ തന്നെയാണ് സംഭവം. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച്. അതായത് സൗദിയിൽ ബത്തേലാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ നമ്മളവിടെ നല്ല തിരക്കാണ് ബത്തേൽ. ഇപ്പം സൗദിയിലെ പണ്ടത്തെ ടൗൺ എന്നൊക്കെ പറയില്ല ബത്തിനെ പറ്റി. അപ്പോൾ ഞങ്ങൾ ഉള്ളോട്ട് കയറിയപ്പോൾ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാടൻ സ്റ്റൈല് നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പുതുതായിട്ടിപ്പം വലുതാക്കിയാണ് ഈ ഷോപ്പ്. അപ്പം ഞങ്ങളെന്താക്കി, നമ്മളെ നാടൻ സ്ഥലത്താണല്ലോ വന്നത്, പാരഗണിൽ. അപ്പോൾ പാരഗൺ നമ്മളെന്താ നാട്ടിലെന്താ ഉണ്ടാവില്ല, നല്ല പൊറാട്ടയും ബീഫും ലഹാനവിടെ കള്ളിയാണ്. അപ്പോൾ അത് ആ ഗ്ലാസും പ്ലേറ്റും കാര്യങ്ങളൊക്കെ എത്തി. അപ്പോൾ ഞങ്ങളെന്താ പറഞ്ഞത്, പാരഗണിലെ നാട്ടിൽ സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ വെള്ളപ്പമാണ്. അപ്പോൾ വെള്ളപ്പം ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച്. നല്ല വെള്ളപ്പം പൊറാട്ട ബീഫ് ഡ്രൈ ഫ്രൈ ഇപ്പം വരും, നിങ്ങളൊന്ന് ക്ഷമിക്ക്. അങ്ങനെ അതാ സാധനം എത്തി. നല്ല ബീഫ് ഫ്രൈ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല മസാലയൊക്കെ ഇട്ട് അടിപൊളി ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെല്ലെ കഴിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ബീഫ് ഫ്രൈ ആയതുകൊണ്ട് വേഗം തുടങ്ങണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മളെ നാടൻ സ്റ്റൈൽ തന്നെ പൊറാട്ട എടുത്തിടുക, ഒരു കഷ്ണം പൊറാട്ട കീറി ഇങ്ങോട്ട് എടുക്കുക. അതിലിതാ സിനിമയിലൊക്കെ പറഞ്ഞില്ലേ, നടുവിൽ ബീഫ് ഇങ്ങോട്ട് വെച്ചിട്ട് മടക്കി ഇങ്ങോട്ട് പിടിച്ചിട്ട് നേരെ വായിലേക്ക് കൊണ്ടിട്ട് സ്വർഗ്ഗമാണ് അളിയാ, സ്വർഗം. പിന്നെ അതാ ലഹാൻ്റെ കളി, ബീഫിൻ്റെ പ്രാന്തനാണ്. എടുത്ത് പെറുക്കിയിടുക, കൗണ്ട് ചെയ്തിടുക ബീഫ്. എനിക്കാണ് പേടിയാന്നിട്ട് കേട്ടോ, ഇവനെ തീർക്കുമല്ലേന്ന്. സംഭവം അത് കഴിക്കാൻ തുടങ്ങി. ബീഫ് ഏതാണ് തീരാനായി, ഏറ്റവും കൂടി സങ്കടമായി. വിഷയാവും. അങ്ങനെ ഒരു ജിഞ്ചർ ചിക്കൻ പറഞ്ഞിരുന്നു. ജിഞ്ചർ ചിക്കൻ ഒരു ആവറേജാണ്. ഒരു മസാല ഒരു ഇവിടെ ഒരു കുത്തലൊക്കെ, ഒരു ആവറേജ് ജിഞ്ചർ ചിക്കൻ. നല്ല വെള്ളപ്പായിരുന്നു കേട്ടോ, നല്ല അടിപൊളി വെള്ളപ്പായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വെള്ളപ്പവും ഒരു ജിഞ്ചർ ചിക്കനും എങ്ങനെയുണ്ടെന്ന് നോക്കി. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഇഷ്ടമായത് വെള്ളപ്പവും ജിഞ്ചർ ചിക്കനാണ് എനിക്കിഷ്ടമായത്. ആൾക്കാർ പൊറോട്ട ആയിരിക്കും, പക്ഷേ എനിക്കിഷ്ടമായത് വെള്ളപ്പവും ജിഞ്ചർ ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും പാരഗണിൽ ബിരിയാണി അല്ലേന്ന്. പാരഗണിൽ ബിരിയാണി ബെസ്റ്റാണ്, ടോപ്പാണ് കോഴിക്കോട്. പക്ഷേ ഇവിടെയും നല്ല ബിരിയാണിയാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി ട്രൈ ചെയ്തില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് റിപ്പീറ്റ് തന്നെ കേട്ടോ. വെള്ളപ്പം, ജിഞ്ചർ ചിക്കൻ, ബീഫ് എല്ലാം കൂടി റിപ്പീറ്റ് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, ആ ബീഫിൽ ആ ചെറിയ ഈ പൊരികളുണ്ടാവില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അഴക്കൂറ മീൻ കറിയാണ്, നല്ല ഫിഷ് മാംഗോ കറി, നല്ല അടിപൊളി മീൻ കറിയായിരുന്നു കേട്ടോ. ഞാനൊരു കഷ്ണം ആ മീനെടുത്ത് വെള്ളപ്പത്തിലിട്ട്. അപ്പം എല്ലാവരും പറയാം കോഴിക്കോട് വെള്ളപ്പവും ഫിഷ് മാംഗോ കറി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കോഴിക്കോടുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി പാരഗണിൽ. അപ്പോൾ അവിടെ സാലനയിൽ ഇതാണ് ഇവിടുത്തെ എൻ്റെ ഒരു മെയിൻ സംഭവമാണ്. ഈ സാലനയിൽ നമ്മൾ പൊറാട്ട ഇട്ടും അതിൽ നല്ല കുതിരാൻ വെക്കും. അങ്ങനെ പൊറാട്ട പൊക്കി എടുത്തിട്ട് ആ കറി എല്ലാം അതിൽ കുതിർത്തിയിട്ടുണ്ടാവും. കറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് വായിലിങ്ങോട്ടിട്ട് റിപ്പീറ്റ് തന്നെ, വേറെ അതിലപ്പുറത്തൊന്നുമില്ല. പിന്നെയും കഴിക്കുക. ഞാൻ വെയിറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, വെയിറ്റ് ഇങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ഞാൻ പറയുന്നില്ല. സംഭവം ബീഫ് ഡ്രൈ ഫ്രൈ തീർന്നു. അങ്ങനെ ഞാനും ലഹാനും അടിയാക്കിയതാ. വീണ്ടും ഒരു ഡ്രൈ ഫ്രൈയും കൂടി ഇങ്ങോട്ട് പറഞ്ഞ് കഴിച്ച് തീർക്കണ്ടേ. പിന്നെ കീടനാശിനി ഇല്ല, നല്ല ലൈമ് കുടിച്ച് വീണ്ടും ബീഫ് പൊറാട്ട റിപ്പീറ്റ് അഗെയിൻ മോഡ്. ഇതൊക്കെ രസമല്ലേ, യുവത്വം നമ്മളിങ്ങനെ ആസ്വദിക്കണ്ടേ, അതല്ല രസം. എടുക്കുക, ബീഫ് വെക്കുക, മടക്കുക, ഒരു ഉള്ളി എടുക്കുക, നടുവിൽ വെക്കുക, തിന്നുക. ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക, നമ്മളൊരു വികാരവും നമ്മളൊരു ഇഷ്ടങ്ങളും. എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ള സന്തോഷമായിട്ട് കഴിച്ചങ്ങനെ ജീവിക്കാം. അപ്പോൾ ഞാൻ ജിഞ്ചർ ചിക്കൻ്റെ ആ മസാലയിൽ കുറച്ച് ബീഫിട്ട് കഴിച്ചു നോക്കി. എൻ്റേതായൊരു ഐഡിയ നോക്കിയതാണേ. പക്ഷേ ഒരു